നമുക്കിനി ഗ്രാമർ നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻ്റ് ആണ് അതിൽ ഫസ്റ്റ് വരുന്നത്. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റിൻ്റേതായിട്ടല്ല, എല്ലാ ടെൻസും എഴുതുമ്പോൾ ഈ ഒരു ഫോമിലാണ്. എസ് പ്ലസ് എ പ്ലസ് വി പ്ലസ് ഒ. എസ് സബ്ജക്റ്റ്, എ എന്ന് പറയുന്നത് ഓക്സിലറി, ഓക്കെ. വി വേർബ്, ഒ ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ചെയ്യുന്ന പേഴ്സൺ, അല്ലെങ്കിൽ എന്താണോ അവിടെ ആക്ഷൻ ഉള്ളത് ആ ആക്ഷൻ ആരാണോ അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്സിലറി എന്ന് പറയുന്നത് മലയാളത്തിൽ സഹായക ക്രിയ എന്ന് പറയും. സഹായക ക്രിയ എന്ന് പറയും മലയാളത്തിൽ. അത് ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞു തരാം. വേർബ് ആക്ഷനാണ്, അതായത് പ്രവൃത്തി. ഈ സബ്ജക്റ്റ് ഇല്ലേ, ഈ സബ്ജക്റ്റ് അതെന്താണ് ആക്ഷൻ ചെയ്യുന്നത് അതാണ് വേർബ്. പിന്നെ ഒബ്ജക്റ്റ് ആ വേർഡിലുള്ള ബാക്കി ലെഫ്റ്റ് അതെന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. അതായത് ഫോർ എക്സാമ്പിൾ ഷീ റീഡിങ് എ നോവൽ എന്നുള്ളത് നോവലായിരിക്കും ആദ്യത്തെ ഒബ്ജക്റ്റ് വരിക. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണോ അത് ഒബ്ജക്റ്റിൽ കൊണ്ട് എഴുതുക, അത്രയേ ഉള്ളൂ. ഇതാണ് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിവിടെ സിമ്പിൾ പ്രസൻറ്റിൻ്റേതായിട്ടല്ല, എല്ലാ ടെൻസിൻ്റേതായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓൾ ടെൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതായിരിക്കും ഫോം വരെ: സബ്ജക്റ്റ്, ഓക്സിലറി, വേർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ വരാം, യു വരാം, വി വരാം, ദേ വരാം, ഹി വരാം, ഷീ വരാം, ഇറ്റ് വരാം. ഇതൊക്കെ സബ്ജക്റ്റാണ്. പിന്നെ നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് പേഴ്സൺ, നെയിം എല്ലാം വരാം, പേരുകളൊക്കെ വരാം സബ്ജക്റ്റിൽ. ആൻഡ് പിന്നെ ഓക്സിലറി ഞാൻ പിന്നെ പറഞ്ഞു തരാം. പിന്നെ വെർബ് എന്ന് പറഞ്ഞത് എന്താ, നമ്മുടെ പ്ലേയിങ്, പ്ലേ, ഡ്രിങ്ക്, അങ്ങനെ ഓരോ ആക്ഷൻസ് ഉണ്ടാവില്ലേ. അപ്പം ഞാനിവിടെ 2 എഴുതിയിട്ടുള്ള ഒരുപാട് ആക്ഷൻസ് ഉണ്ട് നമുക്ക്, അതൊക്കെ വേർബിൽ വരും. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഓക്സിലറി എന്നാണ് പറയുന്നത്. ഓക്സിലറി എന്ന് പറയുന്നത് ഡു, ഡസ്, ഈസ്, ആം, ആർ, വാസ്, were, was, were, and has, have, had, did, will. ഇതൊക്കെയാണ് ഓക്സിലറി വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നോക്കിയത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ചെയ്യുന്ന പേഴ്സൺ, ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് ആളെ പേരായിരിക്കും വരിക. അപ്പോൾ ഞാൻ എഴുതുന്നു, ആ എഴുതുന്നത് ആരാണോ, എഴുതുക എന്നുള്ളത് ആക്ഷൻ ആരാണോ ചെയ്യുന്നത് അതായിരിക്കും സബ്ജക്റ്റ്. ഞാൻ എഴുതുന്നു എന്നാകുമ്പോൾ ഞാനാണ് അവിടെ സബ്ജക്റ്റ്, ഞാനാണ് അവിടെ എഴുതുന്നത്. ഓക്കെ, പിന്നെ ഓക്സിലറി, ഇതൊക്കെയാണ് ഓക്സിലറി. ഞാൻ പെട്ടെന്ന് മീനിങ് പറഞ്ഞുതരാം. ഡു, ഡസ്, നമ്മൾ ദുന്നു എന്നൊക്കെ മീനിങ് വരാം. ഈസ്, ആമ്, ആറിൻ്റെ മീനിങ് ആകുന്നു, ആണ് എന്നുള്ളതാണ്. ആകുന്നു, ആണ് എന്നാവും ഈസ്, ആമാറ്. വാസ്, വേറ്, ആയിരുന്നു. ഹാസ്, ഹാവ്, ഉണ്ട്, ഉണ്ട്, ഇത് ഉണ്ടായിരുന്നു. ഡിഡ് എന്നുള്ളത് ഡു ഡസിൻ്റെ പാസ്റ്റ് ഫോമാണ്. അപ്പോൾ ദുന്നു എന്നുള്ളത് ചെയ്തു എന്ന് വരും. പിന്നെ വില്ല എന്നുള്ളത് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കി. സബ്ജക്റ്റ് എന്ന് പറയുന്നതൊക്കെ ആയിരിക്കും ഐ, യു, വി, ദേ, ഹി, ഷി, ഇറ്റ്.
നെയിം ഓഫ് എ പേഴ്സൺ, ഇതൊക്കെയാണ് സബ്ജക്റ്റ് വരുന്നത്. ഇപ്പോൾ നമുക്കൊന്ന് ഈ എസ് പ്ലസ് എ പ്ലസ് വി പ്ലസ് ഒ വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതൊക്കെ തന്നെ, ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഇതിൽ ഐ എസ്, ആം എ, പ്ലേ എന്നുള്ളത് വെർബ്, ക്രിക്കറ്റ് എന്നുള്ളത് ഒബ്ജക്റ്റ്. എസ് പ്ലസ് എ പ്ലസ് വി പ്ലസ് ഒബ്ജക്റ്റ് ആ ഫോമിന് വന്നു.